welcome to English Bibliotheca where literature comes alive. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റസ്കിൻ ബോണ്ടിന്റെ ഷോർട്ട് സ്റ്റോറിയാണ് ഐ ഓഫ് ദി ക്യാറ്റ് എന്നുള്ളത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റസ്കിൻ ബോണ്ടിന്. ഒരു ദിവസം ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷന് പോയ സമയത്ത്, ഏതോ ഒരു ഇനോഗ്രേഷനോ ഏതോ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് അതില് ആ സ്കൂളിലുണ്ടായിരുന്നതിൽ ഒരു കുട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറിന്റെ വർക്കൊക്കെ ഞാൻ വായിക്കാറുണ്ട്, എനിക്കറിയാം സാറിന്റെ വാക്കുകളൊക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, സാറിന്റെ വർക്കിലൊന്നും ഒരു ഹൊറർ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സ്കെയറി എലമെന്റ്സ് ഒന്നുമില്ല, സാധാരണ കുട്ടികൾക്ക് വേണ്ടത് മാത്രമേ സാറിന്റെ ഇതിലുള്ളൂ എന്ന് പറഞ്ഞു. ഇത് എനിക്ക് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് എന്റെ പിള്ളേര് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ കഥയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വല്ല സൈക്കോസിന്റെ വല്ല കഥയോ അല്ലെങ്കിൽ വല്ല ഹൊറർ മൂവീസിലെ വല്ല കഥയെ പറഞ്ഞു തന്നാൽ മതി എന്ന്. അപ്പോ അന്ന് എന്റെ കൊളീഗ്സ് ഒക്കെ എന്നോട് പറഞ്ഞു, ഈ മുമ്പത്തെ പോലെയല്ല, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മൊത്തം എന്താ പറയാ ക്രൂവൽ മൈൻഡഡ് ആണ്, അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അല്ല, മുമ്പത്തെ പിള്ളേരുടെ മനസ്സിലും എന്തുണ്ട്, ഇതേപോലുള്ള എലമെന്റ്സ് ഉള്ളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഐ ഓഫ് ദ ക്യാറ്റ് എന്നുള്ള ഈ ഒരു കഥ. ഇതിലെ പ്രൊട്ടാഗോണിസ്റ്റിന്റെ പേര് ബിനിയ എന്നാണ്. ബിനിയ ഒരു ഗേൾ ആൻഡ് ഷീ ഈസ് ഫ്രം എ പുവർ ബാക്ക്ഗ്രൗണ്ട്. ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ബിനിയ. ഇവരുടെ സ്കൂളിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെയാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ഇവൾക്കൊരു സൂപ്പർ പവർ ഉണ്ട്. ദെൻ വൈ ഷീ യൂസ്ഡ് ദാറ്റ് പവർ, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചതെന്നും അതുപോലെ എങ്ങനെയാണ് അത് ഉപയോഗിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് ഈ ഒരു കഥയിൽ നമ്മൾ കാണുന്നത്. സോ ആദ്യം നമ്മൾ ഈ കഥയുടെ ആദ്യം നമ്മൾ കാണുന്നത് ബിനിയ എന്ന പെൺകുട്ടിയാണ്. ആ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആണ്. ക്ലാസ് റൂമിൽ നടക്കുന്നത് ഒരു ടീച്ചർ ബിനിയയെ മാർക്ക് കുറഞ്ഞതിൽ എന്താ പറയാ അധിക്ഷേപിക്കുക എന്ന് പറയാം. സ്കോൾഡിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചീത്ത പറയുന്നത് സാധാരണ നടക്കുന്നത്. പക്ഷെ ഇവിടെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്, നിന്റെ ഈ ഒരു മാർക്ക് വളരെ കുറവാണ്, യു ഡിഡ്ന്റ് പേ ദ ട്യൂഷൻ ഫീ, നീ എന്തായാലും ട്യൂഷൻ ഫീ പേ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നീ വേറെ സ്കൂൾ നോക്കി പൊയ്ക്കോണം, നിന്റെ അതും സ്കൂളിനെ വരെ പറയുന്നുണ്ട് ആ ടീച്ചർ. അതായത് നിന്റെ ഡ്രസ്സ്, കീറിയ ഡ്രസ്സ്, പൊളിഞ്ഞ ഷൂ, അതേപോലെ നിന്റെ മുടി ഇങ്ങനെയാണ്, നിന്റെ അപ്പിയറൻസ് ഇങ്ങനെയാണ്, അപ്പൊ നിനക്ക് പറ്റിയ ഒരു സ്കൂൾ നോക്കിയിട്ട് വേണം നീ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ, അല്ലാതെ ഏതെങ്കിലും ഇങ്ങനെയുള്ള സ്കൂളുകളിലൊന്നും പോയിട്ട് അഡ്മിഷൻ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവഹേളിക്കുന്നുണ്ട് ഈ ടീച്ചർ. ഈ അവഹേളനമല്ല എന്ന് തോന്നിക്കാൻ വേണ്ടി ലാസ്റ്റ് ഈ ടീച്ചർ ഒന്ന് ചിരിക്കുന്നുണ്ട്, മുഴുവൻ പല്ല് കാട്ടി ഇളിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ റസ്കിൻ ബോണ്ട് പറയാനുള്ള കാരണം, അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. വെറും ടീച്ചേഴ്സിനെ മാത്രമല്ല ഇവിടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ലൈഫിലെ ഓരോ സാഹചര്യത്തിലും ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഹ്യൂമിലിയേറ്റ് ചെയ്യാനുണ്ടായിരിക്കും, ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടാനും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ റസ്കിൻ ബോണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി 9th ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണ്. ഈ 9th ക്ലാസ്സിൽ നിന്ന് ഈ മാർക്ക് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10th ക്ലാസ്സിലേക്ക് അവരുടെ ആയി മാറില്ല. യു വിൽ നോട്ട് പ്രൊമോട്ടഡ് ഫോർ 10th ക്ലാസ്. നീ ഒരു വർഷം കൂടെ യു ഷുഡ് സ്പെൻഡ് 1 more year on 9th ക്ലാസ് എന്ന് ഇവളോട് പറയുന്നുണ്ട്. ഇവളൊന്ന് റിമൈൻഡ് ചെയ്ത് വരുന്നുണ്ട് ടീച്ചർ. ഈ മാർക്ക് കൊണ്ടൊന്നും പോയാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടീച്ചർ വല്ലാതെ അവഹേളിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് നന്നായി അത് മനസ്സിലേക്ക് തട്ടുന്നു. കുറച്ചു നേരത്തേക്ക് അവളൊന്നും മിണ്ടാതിരിക്കുന്നു. അതിനു മുൻപ്, ഈ കാര്യം നടക്കുന്നതിന് മുൻപ് അവളുടെ കണ്ണിന്റെ പ്രത്യേകതയെ പറ്റിയിട്ട് റസ്കിൻ ബോണ്ട് പറയുന്നുണ്ട്. നല്ല സ്വർണ്ണ നിറമുള്ള കണ്ണുകളാണ്, തിളങ്ങുന്ന കണ്ണുകളാണ് എന്നൊക്കെ റസ്കിൻ ബോണ്ട് പറയുന്നുണ്ട്. അപ്പൊ അവളുടെ കണ്ണിനാണ് പ്രത്യേകത ഇവിടെ. ദെൻ നമ്മൾ ഈ പ്രേത സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, കണ്ണിന് പ്രത്യേകത ഉണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു പൂച്ചക്കണ്ണായിരിക്കും അല്ലെ, ആ ഒരു യക്ഷിയുടെ ഭാവം വരുമ്പോ അവർക്ക് ആ ഒരു പൂച്ചക്കണ്ണ് വരില്ലേ, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം. മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ പ്രേതം ആരാണ്, നമ്മുടെ ബിനിയാണ് അല്ലെ, അവള് ഗോസ്റ്റ് ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ. അപ്പൊ അവളുടെ കണ്ണൊക്കെ മാറി. ദെൻ അവൾ എന്ത് ചെയ്യുകയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തിടക്കത്തിലാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഷീ ഹാസ് 2 companions, ദാറ്റ് ഇസ് ഉഷ ആൻഡ് സുനിത. ഇവർ 2 പേരാണ് അവരുടെ ഫ്രണ്ട്സ്. അപ്പൊ ഇവർ 3 പേരാണ് എന്നും സ്കൂളിലേക്ക് പോകുന്നത് ഒരുമിച്ചാണ്. അപ്പൊ പിന്നെ ഒരുമിച്ച് പോകുന്ന സമയത്ത് ദേ കൺസേൾ ഹർ. എന്ത് പറഞ്ഞിട്ടാണ് കൺസേൾ ചെയ്തത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചത്? ഉഷ പറഞ്ഞു, ഓൾഡ് ഫാഷൻ പേഴ്സൺ. അയ്യോ, ആ സ്ത്രീ ഒരു ഓൾഡ് ഫാഷൻ, ഒരു വയസ്സായ സ്ത്രീ, ഒരു തളച്ചിന്, യു ഡോണ്ട് കെയർ, കാര്യമാക്കണ്ട, പറയുന്നതൊന്നും കാര്യമാക്കണ്ട, ഒരു വിവരവും ഇല്ല, ടീച്ചറാണെന്നേ ഉള്ളൂ എന്ന് ആര് പറഞ്ഞു? ഉഷ പറഞ്ഞു. ദെൻ സുനിത പറയുന്നുണ്ട്, ടീച്ചേഴ്സ് ലവ് റിമൈൻഡഡ് ഹർ ഓഫ് ഡോങ്കി ബ്രെയിൻ. അയ്യോ, ആ സ്ത്രീയുടെ
ചിരി കേട്ടാണല്ലോ എനിക്ക് വല്ല കരച്ചില് പോലെ തോന്നണേ. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്ത ഒരാളെ അങ്ങനെ മോശം പറഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനമാകുള്ളൂ എന്നത് മനുഷ്യ സഹജമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉഷയും സുനിതയും ഇവളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ടീച്ചറെ പറ്റി കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവളിതൊന്നും കെയർ എനിത്തിങ്, ഇവര് പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല നമ്മുടെ ദിനിയ. അങ്ങനെ അവർ നടന്ന് എവിടെത്തി? ഒരു വുഡിന്റെ അടുത്തെത്തി, ഓക്ക് വുഡിന്റെ അടുത്തെത്തി. രണ്ട് വഴികളുണ്ട്, ഒരു നല്ല വഴിയുണ്ട്, ഒരു ഷോർട്ട് കട്ടും ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ നല്ല ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ്. ഇതിലൂടെ പോകാൻ ഉഷയ്ക്കും സുനിതയ്ക്കും പേടിയാണ്. ബട്ട് സ്റ്റിൽ ബിനിയയ്ക്ക് ഒരു പേടിയില്ല. അതിനിടയിൽ കൂടെ ആര് പോവും? ബിനിയ പോവും. അപ്പൊ ഉഷയും സുനിതയും മുഖത്തോടെ മുഖം നോക്കി എന്ത് സംഭവിക്കും, ഇനി ഇവളെ ഇങ്ങോട്ട് പോവോ അതോ ഞങ്ങളുടെ കൂടെ നേരെ വഴി കൂടെ വരുമോ എന്ന് നോക്കി. പക്ഷെ ബിനിയ എന്ത് ചെയ്തു? ബിനിയ നല്ല എന്തായിരുന്നു, നേരം വൈകിയിരിക്കുന്നു, ചന്ദ്രൻ 3 വരാൻ തുടങ്ങിയിരിക്കുന്നു, ചന്ദ്രൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രന്റെ നിലാവ് അവളുടെ ദേഹത്ത് തട്ടുമ്പോൾ അവൾക്ക് നല്ല സന്തോഷം. അങ്ങനെയാണല്ലോ പ്രേതങ്ങൾക്ക് സൂര്യനേക്കാൾ ഇഷ്ടം ആരോടാണ്? ചന്ദ്രനോടാണ്. ആ ചന്ദ്രന്റെ ആ ഒരു ലൈറ്റ് അവളുടെ ദേഹത്ത് തട്ടുന്ന സമയത്ത് അവൾക്ക് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബ്ലഡിന് മാറ്റം വരുന്നുണ്ട്, അവളുടെ മുഖത്തിന് മാറ്റം വരുന്നുണ്ട്, അവളുടെ ഹെയറിന് മാറ്റം വരുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് ബിക്കമിങ് ദ യക്ഷി അല്ലേ. അപ്പൊ അവളിങ്ങനെ യക്ഷിയായി മാറുകയാണ്. അപ്പൊ ഇവിടെ പോകുന്നതിന് മുൻപ് സാധാരണ മനുഷ്യന്മാർ നടക്കുന്ന വഴിയിലൂടെ പോകാതെ ഇത്രയും ക്രൂക്കഡ് ആയിട്ടുള്ള, ഇത്രയും ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു വഴിയിലൂടെ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് എൽസ് എന്ന് ഇവളുടെ ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്യാണ്. ഇവളുടെ ഫ്രണ്ട്സ് ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ട് ബിനിയുടെ ബിഹേവിയറിലൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. സാധാരണ പോലെയല്ല. ഷീ വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് വാക്കിംഗ് അലോൺ. അവൾ ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടിയില്ല ഈ ഒരു ഇത്രയും ഇരുട്ടത്ത് എന്നൊക്കെ അവര് നോട്ടീസ് ചെയ്യുന്നുണ്ട്, അവളുടെ ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓക്കൂടിന്റെ ഇടയിൽ കൂടെ അവൾ നടന്നുപോയി. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ, ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന കാഴ്ചകള് റസ്കിന് അങ്ങനെ ഉള്ളിലൂടെ അവളുടെ കോട്ടേജിലേക്ക് പോകുന്ന സമയത്താണ് ഇവളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അവള് പൂർണ്ണമായി യക്ഷിയായി മാറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പൗർണമി നാളിൽ അവൾ പൂർണ്ണമായി യക്ഷിയായി മാറും എന്നൊക്കെ പറയും നമ്മുടെ സിനിമകളിലൊക്കെ. അവളുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി, അവളുടെ ഹെയർ ഗ്ലോ ചെയ്യാൻ തുടങ്ങി, അവളുടെ ഓരോ പാദങ്ങളും വെക്കുന്നതെല്ലാം ലൈറ്റായി തുടങ്ങി. കാരണം യക്ഷികൾ ഓടിച്ചാടി പോവില്ലല്ലോ, പതുക്കെയല്ലേ പോവുള്ളൂ, നീടലായി എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലല്ലേ നടക്കുള്ളൂ. അതേപോലെ തന്നെ അവിടെ കുറെ സൈറ്റ്സ് കാണിക്കുന്നുണ്ട്. ഒരു ജാക്കൽ ഹോളിംഗ് അറ്റ് മൂൺ, മൂണിനെ നോക്കി ഓടിയിടുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയാലോ പ്രേതങ്ങളുടെ ആ ഒരു സീൻസ് എന്ന് പറയുമ്പോൾ പ്രേതത്തിനെ കാണിക്കുന്നത് ഒരു കരിമ്പൂച്ച ചാടുന്നു, അതുപോലെ മൂങ്ങ മൂളുന്നു, അതുപോലെ പട്ടി ഓരിയിടുന്നു. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഈ ഒരു എഫക്ട് കൊടുക്കാൻ വേണ്ടി, ഒരു ഗോസ്റ്റ് എഫക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ അതേപോലെ കുറെ എഫക്റ്റുകൾ ഇവിടെ റസ്കിൻ ബോണ്ടും തരുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിലേക്ക്. അങ്ങനെ അവള് വീട്ടിലെത്തിയിട്ട് പുറത്തേക്ക് നോക്കി, അവൾ മൂൺലൈറ്റിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് അവള് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് ചാടുന്നുണ്ട്. ആൻഡ് ഷീ ബിക്കെയിം ഈ ലിയോപാഡ്, ഒരു ലിയോപാഡായി മാറുന്നുണ്ട്. നമ്മുടെ ബിനിയ എന്തായി മാറി? ഇപ്പോ ഒരു എന്താ പറയാ, ഒരു വരയൻപുലി എന്ന് പറയാം അല്ലെ, വരയൻപുലിയല്ല പുള്ളിപ്പുലിയായി മാറുന്നുണ്ട്. വരയൻപുലി എന്ന് പറഞ്ഞ കടുവയല്ലേ നമ്മുടെ പുലിമുരുകനിൽ പറയുന്ന, അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പുള്ളിപ്പുലി ലിയോപാഡായി മാറുന്നുണ്ട്. ലിയോപാഡായി മാറി അവൾക്കൊരു ഇന്റൻഷൻ ഉണ്ടല്ലോ പോലെ. അവൾ എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ഒബ്വിയസ്ലി എന്താണ്, നമ്മുടെ ടീച്ചറുടെ അടുത്തേക്ക് ആയിരിക്കും. ബിക്കോസ് ഷീ ഹേർട്സ് ഹർ. അവളെ ആരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്? ടീച്ചർ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവളെ ആരെ ഫേസ് ചെയ്യാനാ പോകുന്നുണ്ടാവുക? ആ ടീച്ചറെ ഫേസ് ചെയ്യാനാ പോകുന്നുണ്ടാവുക. അപ്പൊ സെയിം വേ വേർ ഷീ കെയിം ടു ഹോം, ആ ഒരു വേയിൽ കൂടെ തന്നെ ആര് പോവാണ്? നമ്മുടെ ബിനിയ തിരിച്ച് ആ ടീച്ചറുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ടീച്ചറുടെ അടുത്തേക്ക് പോയ സമയത്ത് ടീച്ചർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അതിലേക്ക് കയറുകയാണ്, നമ്മുടെ ഹോസ്റ്റലിലേക്ക് കയറുന്ന സമയത്താണ് നമ്മുടെ ബിനിയ പുള്ളിയായിട്ട് ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴും ആരുടെയും കണ്ണിലേക്ക് ആര് പെട്ടിട്ടില്ല, നമ്മുടെ ബിനിയെ പെട്ടിട്ടില്ല. അങ്ങനെ ആ ഹോസ്റ്റലിന്റെ സ്റ്റെയറിൽ ഇങ്ങനെ ഇരിക്കണം ആസ് ആൻ ഒബീഡിയൻ സ്റ്റുഡന്റ്. ആ ഒരു ടീച്ചറുടെ സ്റ്റുഡന്റ് ആണ്. അപ്പോഴും അവള് ആ ഒരു പുലി ഇത്രയും ഒബീഡിയന്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നത്. അത്രയും ഒബീഡിയന്റ് ആയിട്ടുള്ള അത്രയും നല്ല കുട്ടിയാണ് ബിനിയ. എന്നിട്ടും ആ ഒരു ടീച്ചർ അവളെ ഇത്രയും ഹേർട്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മുടെ റസ്കിൻ ബോണ്ട് ആ ഒരു ഇമേജ് കൊണ്ടുവന്നുള്ളത് പുലിക്ക്. അങ്ങനെ സ്റ്റെയറിൽ ഇരിക്കുന്ന പുള്ളിയെ കണ്ട് ടീച്ചർ പേടിച്ചു പോയി. നോക്കി ആ ഒരു പുള്ളിയുടെ ഇരുത്തം തന്നെ എന്ത് ക്യൂട്ടാണ് അല്ലെ, ഇവിടെ കാണുന്ന ചിത്രത്തിൽ പോലും. ഇങ്ങനെയായിരുന്നു ആയിരുന്നത്? ബിനി ഇരുന്നത്. ഇങ്ങനെ ക്യൂട്ട്നെസ് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ടീച്ചറുടെ മുമ്പിൽ. ടീച്ചർ പേടിച്ചു. ടീച്ചർ ഇപ്പൊ ക്യൂട്ട്നെസ് ഒന്നും നോക്കില്ല. പുള്ളി അയ്യോ എന്നെ തിന്നാൻ വരുന്നത് മാത്രമേ നോക്കുള്ളൂ. ദെൻ അവരെന്ത് ചെയ്തു? ഒച്ചയിടാൻ വേണ്ടി വായ തുറന്നു. പക്ഷെ അവരുടെ വായ ഇതുവരെ അതിനു വേണ്ടി അല്ലെങ്കിൽ ഒച്ചയിടാൻ വേണ്ടി പേടിച്ചിട്ടോ അല്ലെങ്കിൽ കരയാൻ വേണ്ടിയിട്ട് അവരുടെ വായ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട്
കൊണ്ട് അവരുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അവരാകെ വായ ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? വെറും ചിക്കൻ ബിരിയാണി കഴിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ അവരുടെ ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ ഹേർട്ട് ചെയ്യാനോ മാത്രമായിരുന്നു ഒരു വായ തുറന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒച്ചയിടാൻ കഴിഞ്ഞില്ല. പുള്ളിപ്പുലിയെ കണ്ട് പേടിച്ച് നിലവിളിക്കാൻ അവരെയും കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ സൗണ്ട് പുറത്ത് വരാതായപ്പോ പുള്ളിപ്പുലി എന്ത് ചെയ്തു? ഇത്ര നേരം ക്യൂട്ട്നെസ് വാരി വെതറിയ പുള്ളിപ്പുലി ഭാവം ഒന്ന് മാറ്റി. നേരത്തെ ബിനിയുടെ ഭാവം മാറിയില്ലേ, അതുപോലെ ഇവിടെ പുള്ളിപ്പുലിയുടെ ഭാവവും മാറുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് അവൾ ഉഗ്രരൂപിണിയായി മാറി. അതുപോലെ ഇവിടെ പുള്ളിപ്പുലി നമ്മുടെ ബിനിയ ഉഗ്രരൂപിണിയായ അല്ലെങ്കിൽ ഉഗ്രരൂപിയായിട്ടുള്ള പുള്ളിപ്പുലിയായി മാറി. നമ്മുടെ ടീച്ചറുടെ കഴുത്ത് കണ്ഠം കടിച്ച് അവളെ എന്ത് ചെയ്തു? കുട്ടിക്കാട്ടിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയി. അങ്ങനെ എന്തായാലും മരിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണല്ലേ. അങ്ങനെ അവളെ കൊണ്ടുപോയി അവളെ അവിടെ കൊന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് സുഖമായി കിടന്നുറങ്ങി. അതാണ് ഉണ്ടായ ഈ ഒരു ഇൻസിഡന്റ്. ദെൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അവളുടെ മുടി ഇങ്ങനെ ചെയ്യിക്കുക, അവളുടെ ബ്ലാക്ക് ഹെയർ. ഈ ഹെയർ എന്നുള്ളതും കണ്ണെന്നുള്ളതും എന്നൊക്കെ പറയുന്നത് ഈ യക്ഷികളുടെ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു അപ്പിയറൻസിനെ കാണിക്കുന്ന ഓരോ സംഭവങ്ങളാണ് അല്ലെ. ഈ ഹെയർ, അതേപോലെ ഐസ്, ദ്രംഷ്ട, ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇവിടെ സാധാരണ നമ്മുടെ പഴയ ഓർത്തഡോക്സ് യക്ഷികളില്ലേ, അവരെ പോലെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഫ്രണ്ട്സ് ഉഷയും സുനിതയും ആ വഴി വരുന്നത്. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതാണ്. നീ വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ബിനിയ പറയുന്നുണ്ട്, ഇല്ല എനിക്കെന്തോ ഇന്നൊരു സുഖമില്ല വരാൻ, എന്തോ താല്പര്യം തോന്നുന്നില്ല എന്ന് വരാൻ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ പറയാം ടീച്ചറോട്, ടീച്ചർ ഒരുമാതിരി സാധനമല്ലേ, അപ്പൊ ടീച്ചറോട് വേണമെങ്കിൽ പറയാം നിനക്ക് സുഖമില്ല എന്ന് പറയാം. അപ്പൊ പറയുന്നുണ്ട് ഒരു ചെറു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ് സ്മൈൽ എന്ന് പറയാം, ഒരു നിഗൂഢമായ ചിരി. യക്ഷികൾക്ക് ഒരിക്കലും പുഞ്ചിരി ഒന്നും ഉണ്ടാവില്ലല്ലോ. പുഞ്ചിരി ഉണ്ടാവുക എപ്പോഴാണ്? വശീകരിക്കാനാണ്. വശീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉഷയും സുനിതേനെ. അപ്പോൾ ഇവളൊരു മിസ്റ്റീരിയസ് നിഗൂഢമായ ഒരു ചിരി കാഴ്ചവെച്ച് പറയുന്നുണ്ട്, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല, ഇന്ന് ഹോളിഡേ ആയിരിക്കും എന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ ബിനിയ പറയുന്നുണ്ട്. സോ ഷീ ഈസ് കൺഫേം അബൌട്ട് അവളുടെ ഡെത്ത്, അല്ലെങ്കിൽ ടീച്ചറുടെ ഡെത്ത് ഓൾറെഡി അവൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്കൂളിന് ഹോളിഡേ ആയിരിക്കും എന്നറിയാം. പിന്നെ എന്തിനാ കെട്ടിയൊരുങ്ങി പോകുന്നത് എന്നാണ് ആരുടെ മനസ്സിലുള്ള ചിന്ത? ബിനിയുടെ മനസ്സിലുള്ള ചിന്ത. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ യക്ഷിയാണോ അതോ ഒടിയനാണോ ഒന്നും എനിക്ക് മനസ്സിലാവാത്ത അവസ്ഥയാണ്. എന്തായാലും അവൾ പുള്ളിയായി മാറി ആ ടീച്ചറെ കൊന്നു. ദെൻ അവളിപ്പോ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ്. അവൾ സ്വപ്നമൊന്നുമല്ല. രാവിലെ നീട്ട് എന്ത് ചെയ്തില്ല, അയ്യോ ഈ സ്വപ്നമായിരുന്നു, ഇന്ന് സ്കൂളിൽ പോകണ്ടേ എന്നുള്ള ചിന്തയൊന്നും ആ കുട്ടിക്കില്ല. പക്ഷേ ഇവിടെ റസ്കിൻ ബോണ്ട് ഇത് എഴുതിയതിനു ശേഷം, ഇത് പബ്ലിഷ് ചെയ്തതിനു ശേഷം ആ കുട്ടി, ഏത് കുട്ടിയാണോ ആദ്യമായി ആവശ്യപ്പെട്ടത് ആ കുട്ടിക്ക് ഇത് എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി കൊടുത്ത സമയത്ത് കുട്ടി കുഴപ്പമില്ല, നോട്ട് ബാഡ്, ഐ വിൽ ഗിവ് യു ദ 7 out of 10 അത്രയും റേറ്റിംഗ് മാത്രം കൊടുത്ത് അങ്ങനെ തിരിച്ചൊരു റെസ്പോണ്ട് നൽകി എന്നും പറയുന്നുണ്ട് റസ്കിൻ ബോണ്ട്. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഐ ഓഫ് ദ ക്യാറ്റ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയിൽ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോർട്ട് സ്റ്റോറി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടുതൽ ക്യാരക്ടറൈസേഷനോ തീം, സമ്മറി, അനാലിസിസ്, അങ്ങനെ സമ്മറി ഓൾറെഡി ആയി, അനാലിസിസ് വല്ലതും വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ബ്രേക്ക് ദ ബെൽ ബട്ടൺ ടു ഗെറ്റ് ന്യൂലി അപ്ലോഡഡ് വീഡിയോ. താങ്ക് യു.